നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമും ഇഡിക്ക് മുന്നിലേക്ക്. അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. പോറ്റിയുമായുള്ള ബന്ധത്തിൽ ഇഡി വ്യക്തത തേടും. അതിനായിട്ടാണ് ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ജയറാമിനെ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് പൂജ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് ഇഡിയുടെ നടപടി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അടുത്തിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ വീട്ടിൽ എത്തിക്കുകയും അവിടെ വെച്ച് പൂജ നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പൂജ നടത്തുകയാണെങ്കിൽ വീട്ടിൽ ഐശ്വര്യം വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പൂജ നടത്തിയതെന്നായിരുന്നു ജയറാം പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ സംബന്ധിച്ച് അറിയില്ല. ഞാനൊരു കടുത്ത അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകാറുണ്ട്. അവിടെ വെച്ചാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നായിരുന്നു ജയറാം SITക്ക് നൽകിയ മൊഴി. അതേസമയം ശബരിമല കൊടിമര നിർമ്മാണത്തിലെ സ്വർണം സ്വീകരിച്ചതിൽ മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ. എക്സിക്യൂട്ടീവ് ഓഫീസറെ ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടും ഭക്തരിൽ നിന്ന് സ്വർണം സ്വീകരിച്ചത് കുറുപ്പാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. രേഖകളിൽ സ്വർണം കൈമാറിയവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നും കണ്ടെത്തി. കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷണത്തിൽ വിജിലൻസ് അതിവേഗ നീക്കമെടുത്തിരിക്കുകയാണ്. രേഖകൾ ആവശ്യപ്പെട്ട് ദേവസ്വം സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടർ കത്തു നൽകി. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ് കത്ത് നൽകിയത്. നിലവിൽ രേഖകളെല്ലാം SITയിലും ദേവസ്വം വിജിലൻസ് കസ്റ്റഡിയിലുമാണ്. ഹൈക്കോടതിക്ക് ദേവസ്വം വിജിലൻസ് കൈമാറിയ റിപ്പോർട്ടിലാണ് മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പിനെതിരെ പരാമർശങ്ങൾ നടത്തിയത്. അതേസമയം കൊടിമര നിർമ്മാണത്തിനായി സ്വർണം സ്വീകരിച്ചതിൽ ASP കുറുപ്പ് ചട്ടലംഘനം നടത്തിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണം സംഭാവനയായി സ്വീകരിക്കാൻ ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ് ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഭക്തജനങ്ങളിൽ നിന്നും സ്വർണം സ്വീകരിച്ചത് കുറുപ്പാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. സ്വർണം സ്വീകരിച്ചാൽ 3A രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഇതാണ് ചട്ടം. എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. സ്വർണം കൈമാറിയവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല. ഒരു ഭക്തൻ എന്ന് മാത്രമാണ് പല രേഖകളിലും കണ്ടെത്തിയിരിക്കുന്നത് എന്നും ഇതിലൂടെ വിശദമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒടുവിലായി ഇപ്പോൾ ജയറാമിനാണ് ED സമൻസ് നൽകിയിരിക്കുന്നത്. അടുത്തയാഴ്ച EDക്ക് മുന്നിൽ ഹാജരാകണം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് ഇത്തരത്തിൽ ജയറാമിന് സമൻസ് അയച്ചിരിക്കുന്നത്.